Hello everyone, welcome to Say Cheers. ഇന്ന് നമ്മൾ രസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി എടുക്കണം, 2 പച്ചമുളക്, ഒരു 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി. ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്താൽ മതി. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഒരു 2 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ടൊമാറ്റോ പ്യൂറി ആക്കണം, വെള്ളമൊന്നും ചേർത്താതെ അരയ്ക്കണം. ഞാനിവിടെ വറക്കാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ സാദാ ജീരകം, 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, 4 കാശ്മീരി ചില്ലി, കുറച്ച് കായപ്പൊടി. കാശ്മീരി ചില്ലി ഇല്ല എന്നുണ്ടെങ്കിൽ വറ്റൽമുളക് എടുത്താലും മതി, പക്ഷേ കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചുകൂടെ കളർ കിട്ടും, അത്രയേ ഉള്ളൂ. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ സാദാ ജീരകം ഒക്കെ വറുത്തെടുക്കണം. ഇതൊന്ന് ചൂടായ ശേഷം നമുക്കതിൽ ഈ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മൾ വറക്കണത്, അതുപോലെ തീ ചുരുക്കിയിട്ട് വേണം വറക്കാൻ. ഈ മല്ലിയും ജീരകവും തോരപ്പരിപ്പും ഒക്കെ കളർ മാറിയ ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കായപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒരു പാത്രത്തിലേക്ക് ആക്കണം. ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ട് അതും ഒഴിച്ച് കൊടുത്തോളൂ. പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിവെള്ളം, അത് പുളി ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളം ഒന്ന് അരിച്ചിട്ട് ആ പുളിവെള്ളം 1 ഗ്ലാസ്സോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ മല്ലിയും മുളകൊക്കെ, അതൊന്ന് ആറിയ ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ചട്ടിയിൽ ഒഴിച്ചിരിക്കുന്ന തക്കാളിയും പുളിവെള്ളവും ഒക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അത് നന്നായി തിളച്ച ശേഷം നമുക്ക് കുറച്ച് പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കണം അതിൽ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തോളൂ. പുളിവെള്ളം നന്നായി തിളച്ച ശേഷം പരിപ്പിട്ട് കൊടുത്താൽ മതിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പരിപ്പ് വേവിച്ച് വെച്ചതല്ലേ നേരത്തെ. രസം പറഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി പോരെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളവന്ന ശേഷം 2 ടേബിൾ സ്പൂൺ നമ്മുടെ രസം പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തോളൂ. പൊടി ഇട്ട ശേഷം ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് പതഞ്ഞ് വരാനേ പാടുള്ളൂ. മൺചട്ടി ആയതുകൊണ്ട് അത് നല്ല ചൂട് ഉണ്ടാകും, അപ്പോൾ അത് ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പൊടി ഇട്ട ഉടനെ ഓഫ് ചെയ്യാം മൺചട്ടിയിലാണെങ്കിൽ. എന്നിട്ട് അതിൽ മല്ലിയില അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം. അവസാനം കടുക് വറുക്കാനായിട്ട് ഒരു തടുക്ക പാൻ ചൂടാക്കിയിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് ഇതിനെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തോളൂ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ വിളമ്പാൻ എടുക്കുക. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.